കോടതിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. തെറ്റ് ചെയ്തെന്ന് കോടതിക്ക് ബോധ്യമാണ്, കോടതി ശിക്ഷിച്ചാനെ. ദിലീപിനെ വെറുതെ വിട്ട് സന്തോഷം. ദിലീപ് കുറ്റക്കാരനല്ല, അയാളെ വെറുതെ വിട്ട് സന്തോഷം. കോടതിക്കൂടെ എനിക്ക് ആയിരം നന്ദിയാ പറയാനുള്ളത്. കോടതി വിധിയല്ലേ, അപ്പൊ എന്തായാലും സത്യസന്ധത ആയിരിക്കും, അല്ലാതെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ ഒരു കേസിന്റെ പേര് വളരെയേറെ ദുരിതം അനുഭവിച്ച ഒരു മേഖലയിൽ സിനിമ പോലും ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. ഇത്ര അനുഭവിച്ചെന്ന് പറയാം. കാരണം അത്ര മിന്നിത്തിളങ്ങി നിന്നൊരു ടൈമായിരുന്നു. നീതിന്യായമായ കോടതി നല്ലൊരു വിധിയാണ് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ടത് എനിക്ക് വളരെയേറെ സന്തോഷമുള്ള, ഒരുപാട് മനോദുഃഖം അനുഭവിച്ചു. കുടുംബം മൊത്തം ആക്ഷേപിക്കുന്ന രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. വേട്ടയാടപ്പെട്ടു അല്ലേ? വേട്ടയാടപ്പെട്ടു. ദിലീപിനെ വേട്ടയാടപ്പെട്ട ഒരു വിഭാഗം സ്ത്രീകൾ, കുറേ നടന്മാരും ചേർന്ന് വെറുതെ വിട്ടതിൽ എനിക്ക് അഭിമാനമുണ്ട്. സത്യസന്ധമായ ഒരു തീരുമാനം തന്നെ വന്നിരിക്കുന്നത്. വളരെ സന്തോഷം, വളരെ സാധാരണക്കാരൻ്റെ നടനാണ്. ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് അവൻ ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുകൊണ്ടായിരിക്കുമല്ലോ വെറുതെ വിട്ടത്. കോടതിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. തെറ്റ് ചെയ്തെന്ന് കോടതിക്ക് ബോധ്യമാണ്, കോടതി ശിക്ഷിച്ചാനെ. അപ്പം നമുക്ക് തോന്നുന്നുണ്ട് അവൻ വെറുതെ അവനെ ശിക്ഷിച്ചു, അല്ലെ 10-90 ദിവസം അകത്ത് കിടന്നു, ദിലീപ് കിടന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇപ്പം ഇപ്പം വെറുതെ വിടുകയും ചെയ്തു. നിരവധിയാണെങ്കിൽ പുറത്തിറങ്ങിയ സന്തോഷം, വളരെ സന്തോഷമുണ്ട്. പുറത്തിറങ്ങിയിട്ടുണ്ട്. കോടതിക്ക് കൃത്യമായ തെളിവ് കിട്ടിയില്ല. തെളിവില്ലാഞ്ഞതുകൊണ്ട് വെറുതെ വിട്ടു. ജയിലിൽ കിടന്നത് കുറ്റം ചെയ്യുമെന്നുള്ള ആരോപണം കൊണ്ടല്ലേ ജയിലിൽ കിടന്നത്. ശരിയും തെറ്റും അറിഞ്ഞല്ല കോടതി തീരുമാനം എടുക്കുന്നത്. ജഡ്ജിക്ക് എന്തോ ഉദ്ദേശം എന്ന് വെച്ചാൽ അവര് ഒരു നിയമനത്തിലെത്തും, വക്കീലും എല്ലാം. അപ്പൊ അവരതനുസരിച്ചുള്ള ഇതാ ചെയ്യുന്നത്. നടിക്ക് നീതി കിട്ടിയോ? നീതി കിട്ടിയോ എന്ന് കുറ്റം ചെയ്തവരെ ആയിരിക്കും പിടിച്ചത്, കുറ്റം ചെയ്യാത്തവരെ അല്ലല്ലോ. ഇയാളല്ല കുറ്റം ചെയ്തതെന്നുണ്ടായിട്ടാണ് അയാളെ വെറുതെ. ഇതില് ഈ ഇത്രയും കാലതാമസം വന്നതിനകത്ത് ഈ കുറേ 10-25 സാക്ഷികളുടെ വിസ്താരത്തിൽ നിന്ന് ഒരുപാട് പേര് മൊഴി മാറ്റി പറയുകയൊക്കെ ഉണ്ടായി. പിന്നെ ഇവരെല്ലാം ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരാണ്. അതെ, സിനിമാ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഈ ദിലീപ് അടക്കം, ബാലചന്ദ്രൻ ഡയറക്ടർ അടക്കം, ഇവരെല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാനസികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ദിലീപ് ഒരു മഹാനടനാണ്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ കേരള സിനിമാ രംഗത്ത് മികച്ചതാണ്, വിസ്മരിക്കാൻ കഴിയാത്ത മികവ് പുലർത്തിയ ആളാണ്. പിന്നെ അത്രയും ഉള്ള ആൾക്കാരെയൊക്കെ ശിക്ഷിച്ച് ജയിലിനകത്തൊക്കെ ഇടുക എന്നൊക്കെ പറയുന്നത് വലിയ കലാരംഗത്തുള്ള കലാകാരന്മാർക്ക് വലിയൊരു നഷ്ടമാണ്. അത്തരത്തിൽ കോടതി എടുത്ത തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. കാര്യങ്ങൾ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടെ, ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. ദിലീപിനെ വെറുതെ വിട്ട് സന്തോഷം. ദിലീപ് കുറ്റക്കാരനല്ല, ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല, കുറ്റം ചെയ്തിലൂടെ വെളി കിടക്കുന്നു. രാഹുൽ മാങ്കൂട്ടെ ദിലീപ് നിരപരാധി, ദിലീപിനെ ശിക്ഷിക്കുന്ന എന്തോത്തില്ല വിട്ടത് സന്തോഷം. നല്ല നടല്ലേ, മഹാനടല്ലേ, സന്തോഷം. ഗൂഢാലോചനയെല്ലാം കൂടെ അതൊന്നും തെളിയിക്കാൻ പറ്റിയില്ല. നിരപരാധിയെ ദിലീപ് വെളിയിൽ പോയി. കോടതി കുറ്റവാളികളെ ശിക്ഷിച്ചു, നിരപരാധി വെറുതെ വിട്ടു. ദിലീപ് ലോകം അറിയുന്ന ഒരു നടനാണ്. അയാളെ വെറുതെ വിട്ട് സന്തോഷം. ഒരിക്കലും തെറ്റുകാരനല്ല ദിലീപ്.